ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടാൻ ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഇന്നലെ കിട്ടിയപ്പോൾ പൊട്ടിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാം. ഞാൻ എനിക്കിന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ ഓർഡർ ചെയ്തത്. ഇതൊരു ബീറ്ററാണ്. ഇത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ ഞാനൊരു ബീറ്റർ മേടിച്ചു. ഇതെല്ലാം ഞാൻ മേടിച്ചത് ടെമൂന്നാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. സോ ചെറുതാണ്, മിനിയാണ്. കളയിൽ ഒടിച്ചു കളയില്ലേ. 2 വിസ്ക് അതിൻ്റെ കൂടെ, പിന്നെ 2 ഈ ബീറ്ററിൻ്റെ ഈ 2 എന്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് സംഭവം, മിനി ബീറ്റർ. ഒടിച്ചു കളയില്ലേ. ഇത് മറ്റേ ഭയങ്കര ഹാൻഡിയാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ബട്ടനൊക്കെ ഉണ്ട്. ചാർജബിൾ ആണ്. 3 സ്പീഡ് ഉണ്ട്, 1 2 3. ഒരു ബട്ടൺ 1 2 3 സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടാണ് സംഭവം. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വർക്ക് ചെയ്യുമല്ലോ എന്ന് നമുക്കറിയില്ല. സോ ഇതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു ചാർജർ. അവിടെ ഇരിക്കട്ടെ. ഇനി സെക്കൻഡ് ഇത് പ്യൂമിക്സ് സ്റ്റോൺ ഇല്ലേ, അതാണ് സംഭവം. എൻ്റെ കാലിൻ്റെ അടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. സോ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു, പക്ഷേ അത് പോയത് ഞാൻ വീടൊക്കെ മാറിയപ്പോൾ സംഭവം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സോ അത് ഓർമ്മ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. അയ്യോ, ഇതൊക്കെ ചതഞ്ഞു പോയില്ല ഭർത്താവ്. എൻ്റെ ബ്രഷൊക്കെ പൊട്ടിക്കാം. എനിക്കറിയില്ല. അയ്യോടാ, ഇതിൻ്റെ ബ്രഷൊക്കെ കണ്ടോ, ഇത് ചതഞ്ഞു പോയി. ഇതിൻ്റെ ബ്രഷ് ശരിയാക്കി എടുക്കാമെന്ന് തോന്നുന്നു. കണ്ട, ചതഞ്ഞു പോയി. ഇത് ഇതിൻ്റെ മേത്തിൽ ഓട് കയറി ഒന്ന് ചതഞ്ഞു പോയതാന്ന് തോന്നുന്നു. എന്നിട്ടാണ് അത് കുറച്ചും പൊടിയാണ് കേട്ടോ, ഭയങ്കര പൊടിയാണ്. ഇത് ഇത് നോസിൽസും പിന്നെ ഒരു പൈപ്പിംഗ് ബാഗാണ്. ഈ പൈപ്പിംഗ് ബാഗ് നമുക്ക് റീയൂസബിൾ ചെയ്യാവുന്നതാണ്. സിലിക്കണിൻ്റെ പൈപ്പിംഗ് ബാഗാണ്. സോ നമുക്ക് റീയൂസബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 നോസിൽസും വന്നിട്ടുണ്ട്. ഏതാ പറഞ്ഞു, ഇതെന്ത് സാധനമാണോ? ഇത് നമ്മുടെ ചാർജറില്ലേ, ചാർജറിൻ്റെ കേബിളൊക്കെ നിലത്തോട്ട് വീണ് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സോ അത് ഞാൻ ഒരു സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ, ഇത് സിലിക്കോണ്ടാണ്, ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാവുന്ന ഒരു ടൈപ്പ് ഒരു ഹോൾഡർ. ഒരു ഹോൾഡറാണിത്. അത് ഇതെന്താണോ എനിക്ക് തോന്നണേ, ഞാൻ കേക്കിൻ്റെ ബേസ് മേടിച്ചതാണ്. ഇത്രയും കുഞ്ഞ് ബേസാണ്. ഇതെന്തിനാണ് ഇതെന്താ? ഇത് ഷീറ്റ്. ഓക്കെ. ഇത് ബ്ലാക്ക് ഷീറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിലോട്ട് കർട്ടനും ഉണ്ട്, വേറെ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഷീറ്റ് കർട്ടൻ പോലത്തെ. സോ അത് രണ്ടും ഇട്ടിട്ട് നമ്മുടെ റൂമിലോട്ട് ഭയങ്കര വെളിച്ചമാണ് വന്നത്. രാത്രി കിടക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഇവിടെ രാത്രി വൈകിയാവും, പകൽ നേരം വെളുക്കുന്നത് നേരത്തെയാണ്. സോ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും റൂമിലോട്ട് ഭയങ്കരമായിട്ട് വെളിച്ചം കയറുകയാണ്. സോ അത് നമുക്കൊന്ന് നല്ല രീതിയിൽ റൂമൊന്ന് ഇരുട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് വെക്കാവുന്നൊരു ടൈപ്പാണ്. ഇത് നമ്മുടെ മെഷറിംഗ് കപ്സ്. ഇതിനകത്ത് 4 വലിയ മെഷറിംഗ് കപ്പും 4 ചെറിയ സ്പൂൺ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് അയ്യോ, ഞാൻ കേക്കിൻ്റെ ഒരു മോൾഡ് മേടിച്ചതാണ്. നോക്ക്, ടെമൂന്ന്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയായിരുന്നില്ല, ഇതിലും വലുതായിരുന്നു. അപ്പോൾ ഇത് കേക്കിൻ്റെ ബേസ് തന്നെ. ദൈവമേ, ഇത്രയും കുഞ്ഞിതാ. ഇതെന്താ കപ്പ് കേക്ക് ഉണ്ടാക്കാനാ? സാധാരണ നോർമൽ ഒരു കേക്കിൻ്റെ സൈസുള്ളത് ഞാൻ മേടിച്ചതായിരുന്നു. ഇത് നോക്ക് തൈസ്, ഇത് കപ്പ് കേക്കിൻ്റെ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബേസാണ് ഇത്. അയ്യോ, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കഷ്ടമായിപ്പോയി. പിന്നെ ഇതൊരു ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 3 മേടിച്ചത്. ഇത് രണ്ടും പറ്റിപ്പായിപ്പോയി. ഇത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പല്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കപ്പ് കേക്ക് ഉണ്ടാക്കാന്ന് അത്രയേ ഉള്ളൂ. എന്തൊട്ട് കഷ്ടം നോക്കിക്കേ. കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഏറെക്കുറെയൊക്കെ
കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയുള്ള ഗൈസ് നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.